الحمد لله الذي جعل في تعاقب الأيام نعمة وفي اختلاف الفصول رحمة، وأشهد أن لا إله إلا الله وأشهد أن نبينا محمدا رسول الله صلى الله وسلم وبارك عليه وعلى آله وصحبه ومن والاه. أما بعد فأوصيكم عباد الله ونفسي بتقوى الله. أعوذ بالله من الشيطان الرجيم. إن في اختلاف الليل والنهار وما خلق الله في السماوات والأرض لآيات لقوم يتقون. സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ആമുഖമായി വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് കാലങ്ങളുടെ മാറ്റം, ഋതുക്കളുടെ മാറ്റം. എല്ലാ ദിവസവും ഒരേ കാലാവസ്ഥയല്ലല്ലോ. വസന്തകാലമുണ്ട്, ഗ്രീഷ്മകാലമുണ്ട്, ശൈത്യകാലമുണ്ട്. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഒരു സമ്മറിലാണ്, ഒരു ഉഷ്ണകാലത്തിലാണ്. ഉഷ്ണം പലപ്പോഴും നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ സത്യത്തിൽ ഈ കാലങ്ങളുടെ മാറ്റം, ഋതുക്കളുടെ മാറ്റം, ഋതുഭേദം അതെന്താണ്? അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്, ഇന്ന ഫി ഇഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാപ്പകലുകൾ മാറി മാറി വരുന്നതിൽ, വമാ ഖലഖല്ലാഹു ഫിസ് സമാവാതി വൽ അർദ്, അല്ലാഹു ഭൂമിയിലും ആകാശങ്ങളിലുമൊക്കെ സൃഷ്ടിച്ച എല്ലാറ്റിലും ലആയാതിൻ ലിഖൗമി യത്തഖൂൻ, അല്ലാഹുവിനെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് വലിയ അടയാളങ്ങളുണ്ട്. സഹോദരങ്ങളെ, അല്ലാഹു സംവിധാനിച്ചിട്ടുള്ള ഈ ഋതുക്കളുടെ മാറ്റം, കാലങ്ങളുടെ മാറ്റം, അത് സത്യത്തിൽ നമ്മളെ പ്രയാസപ്പെടുത്താനുള്ളതല്ല. ഉഷ്ണകാലം വരുമ്പോൾ നമ്മൾ പറയും വല്ലാത്ത ചൂട് എന്ന് പറയും. തണുപ്പ് കാലം വരുമ്പോഴും നമ്മൾ പറയും വല്ലാത്ത തണുപ്പ് എന്ന്. അതിനപ്പുറം നമ്മളതൊന്നും ചിന്തിച്ചിട്ടുണ്ടാവുകയില്ല. സത്യത്തിൽ ഉഷ്ണകാലം നമ്മളെ അസ്വസ്ഥപ്പെടുത്തേണ്ട ഒന്നല്ല. കാലങ്ങളെ ചീത്ത വിളിക്കുവാനോ കാലങ്ങളെക്കുറിച്ച് പിറുപിറുക്കാനോ അതിനെ ശപിക്കാനോ ഒന്നുമുള്ള അധികാരമോ അവകാശമോ നമുക്കില്ല. കാരണം അത് അല്ലാഹു നൽകുന്ന വലിയ അനുഗ്രഹങ്ങളാണ്. അല്ലാഹുവിൻ്റെ സൃഷ്ടി മഹാത്മ്യത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മാറി മാറി വരുന്ന മാസങ്ങൾ, മാറി മാറി വരുന്ന ദിവസങ്ങൾ, മാറി മാറി വരുന്ന ഋതുഭേദങ്ങൾ. ഇത് നാം മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയാലേ നമുക്ക് അതിനെ ഗൗരവത്തിൽ കാണാനും അതൊരു നിഅമത്തായി അനുഭവപ്പെടാനും അതിലൂടെ അല്ലാഹുവിന് പ്രത്യേകമായി ശുക്ർ ചെയ്യുന്ന, നന്ദി ചെയ്യുന്ന ആളുകളായി അല്ലാഹുവിൻ്റെ ഈ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അല്ലാഹു നൽകുന്ന ഈ നിഅമത്തിന് ശുക്ർ ചെയ്യുന്നവരായി, നന്ദി ചെയ്യുന്നവരായി മാറാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു പറയുന്നുണ്ട്, യുഖല്ലിബുല്ലാഹുൽ ലൈല വന്നഹാർ, അല്ലാഹു രാവും പകലും ഇങ്ങനെ മാറ്റി മറിച്ചുകൊണ്ടിരിക്കും. എന്നും രാവായാൽ, എന്നും പകലായാൽ പറ്റൂലല്ലോ. ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ, തീർച്ചയായും അഗാധമായി ചിന്തിക്കുന്നവർക്ക് ഇതിലൊക്കെ വലിയ പാഠങ്ങളുണ്ട് എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ജീവിക്കുന്ന ഈ പ്രദേശം ഒരു മരുപ്രദേശമാണ്, മരുഭൂമിയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ കൃഷിയാണ് ഈത്തപ്പന കൃഷി. ഈത്തപ്പഴം ഉണ്ടാകണമെങ്കിൽ
അത് പാകമാകണമെങ്കിൽ, പഴുക്കണമെങ്കിൽ, ഫലഭൂയിഷ്ഠമായ ഒരു പഴമായി ഈത്തപ്പഴം മാറണമെങ്കിൽ സൂര്യൻ്റെ ചൂട് അനിവാര്യമാണ്. സൂര്യൻ്റെ ചൂട് ഒരു ചൂട് മാത്രമല്ലല്ലോ, അതിലൊരുപാട് പവറുകളുണ്ട്. ആ പവറുകളിൽ നിന്ന് പല ടെക്നോളജികളും വികസിപ്പിച്ചെടുക്കാൻ മനുഷ്യൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്ത് എന്തുകൊണ്ട് ഇങ്ങനെ കനത്ത ചൂട് എന്ന് നമ്മൾ ആലോചിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, ഇവിടുത്തെ കൃഷിയുമായി ഇതിന് വലിയ ബന്ധമുണ്ട്. അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്, വന്നഖ്ല ബാസിഖാതിൻ ലഹാ ത്വൽഉൻ നദീദ് റിസ്ഖൻ ലിൽ ഇബാദ്. അടുക്കടുക്കായി കുലകളുള്ള വലിയ ഉയരമുള്ള ഈത്തപ്പനകൾ. ആ ഈത്തപ്പനകളിലേക്ക് പലപ്പോഴും നമ്മൾ അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കാറുണ്ട്. പക്ഷേ നമ്മൾ ആലോചിച്ചോ, ഈ ചൂടില്ലെങ്കിൽ, ഈ ഉഷ്ണമില്ലെങ്കിൽ ആ ഈത്തപ്പന കായ്ക്കുകയില്ല, പഴുക്കുകയില്ല, അതിൽ പലതരത്തിലുള്ള പ്രോട്ടീനുകളും അതിലേക്ക് വരികയില്ല. എന്നിട്ട് അള്ളാഹു പറഞ്ഞ അതിമനോഹരമായൊരു വാക്കിട്ട് പറഞ്ഞിട്ട്, റിസ്ഖൻ ലിൽ ഇബാദ്, റിസ്ഖൻ ലിൽ ഇബാദ്. എൻ്റെ പ്രിയപ്പെട്ട അടിമകൾക്ക് വേണ്ടിയുള്ള റിസ്ഖാണ്, അവരുടെ ഉപജീവനമാണ്, അവരുടെ ഭക്ഷണമാണ് യഥാർത്ഥത്തിൽ. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ, എത്ര വലിയ റഹ്മത്താണ് അള്ളാഹു ഈ ഉഷ്ണത്തിൽ നമുക്ക് കൊണ്ടുവന്ന് തന്നിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ കഴിവിൻ്റെയും സൃഷ്ടിപ്പിൻ്റെയും ഒക്കെ വലിയ ഹിക്മത്ത്. അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കണം, ഉഷ്ണകാലത്തിന് സ്വാഗതം. ഉഷ്ണകാലത്തിന് വെറുപ്പോടല്ല കാണേണ്ടത് എന്നർത്ഥം. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞുവല്ലോ, നമുക്കൊരിക്കലും അസ്വസ്ഥമാകേണ്ട സമയമല്ല ഇത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഉഷ്ണകാലമാണ് ലോകത്തെ മിക്കവാറും രാജ്യങ്ങളിലൊക്കെ ഒഴിവുകാലം. നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകാത്ത കാലം ഉഷ്ണകാലമാണ്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒഴിവുകാലം ആരംഭിച്ചു. ഒഴിവ് എന്നത് അള്ളാഹു നൽകുന്ന വലിയ നിഅമത്താണ്. ഒഴിവ് സമയം നമുക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നതും അനുഭവിക്കുന്നതും ആഗ്രഹിക്കുന്നതുമൊക്കെ ജോലിയുടെ സമയമല്ലല്ലോ, ഒഴിവ് സമയമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, നിഅമതാൻ മഗ്ബൂനും ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്സിഹ്ഹതു വൽ ഫറാഗ്. രണ്ട് വലിയ അനുഗ്രഹങ്ങളുണ്ട്. പക്ഷേ ഭൂരിഭാഗം ആളുകളും ആ അനുഗ്രഹത്തെക്കുറിച്ച് ഒട്ടും ചിന്തിക്കാറേയില്ല, ശ്രദ്ധിക്കാറേയില്ല. അവർ അശ്രദ്ധരാണ്. അതിലൊന്നാമത്തേത് അസ്സിഹ്ഹതു, ആരോഗ്യമാണ്. ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ ആരോഗ്യത്തിൻ്റെ മൂല്യം അറിയുകയില്ല. എന്തെങ്കിലും ഒരു ചെറിയ രോഗം വന്നാലാണ് ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറ്. അതുപോലെ തന്നെയാണ് വൽ ഫറാഗ്, ഒഴിവ് സമയം. ഉഷ്ണകാലം, സമ്മർ വെക്കേഷൻ എന്നതൊരു പദമായി മാറി സമൂഹത്തിൽ. എന്ത് രസകരമായാണ് ഇതിനെ അല്ലാഹു തആല സംവിധാനിച്ചത് എന്ന് ചിന്തിച്ചു നോക്കൂ. ബുദ്ധിയുള്ള മനുഷ്യൻ ഈ സമ്മറിനെ പഴിക്കുകയല്ല വേണ്ടത്, സമ്മർ ഉപയോഗപ്പെടുത്തണം. സമ്മർ സമയത്ത് മാത്രം നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യമുണ്ട്. ഒഴിവ് സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യമുണ്ട്. ഒരു ഒഴിവ് സമയവും പുതിയ ഒരു ജ്ഞാനം കിട്ടാതെ നമുക്ക് നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകരുത്. ഒരു ഒഴിവ് കഴിവും ഒരു ഒഴിവ് സമയവും ജീവിതത്തിൽ ഒരു പുതിയ എക്സ്പീരിയൻസ് ഇല്ലാതെ കടന്നു പോകരുത്. ഒരു ഒഴിവ് കാലവും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് അടയാളപ്പെടുത്താതെ കടന്നു പോകരുത്. അതാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത എന്ന് പറയുന്നത്. അതോടൊപ്പം സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ, നമ്മളൊക്കെ പ്രവാസികളാണ്. നമ്മളൊരുപാട് കാലം ജോലി ചെയ്താൽ പിന്നെ കുറച്ചു കാലം ലീവിലായിരിക്കും. നമ്മൾ നാട്ടിലേക്ക് പോകും. ഒഴിവുകാലം നമ്മൾ ഉപയോഗപ്പെടുത്തും നമ്മുടെ കുടുംബത്തിൻ്റെ കൂടെ സമയം ചെലവഴിക്കാൻ, നമ്മുടെ നാട്ടുകാരുടെ കൂടെ സമയം ചെലവഴിക്കാൻ. ഒഴിവ് സമയം അള്ളാഹു നമുക്ക് ഈ രീതിയിൽ സംവിധാനിച്ച് അനുഗ്രഹിച്ചു തന്നിട്ടുള്ളത് നമ്മൾ അറിയണം. അത്തരത്തിലുള്ള ഒരു കുടുംബ സ്നേഹവും കുടുംബ ബന്ധവുമൊക്കെ ഊഷ്മളമാകാൻ വേണ്ടിയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒഴിവ് കാലത്ത് നമ്മൾ നാട്ടിൽ പോകുമ്പോൾ നമ്മുടെ സമയം കൂടുതൽ നമ്മൾ ചെലവഴിക്കേണ്ടത് അങ്ങാടികളിലല്ല,
സ്നേഹിതന്മാരുടെ കൂടെയല്ല, സുഹൃത്തുക്കളുടെ കൂടെയല്ല, കുടുംബത്തിൻ്റെ കൂടെ ആയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി അതായിരുന്നു. അദ്ദേഹം ഒരുപാട് സമയം, അദ്ദേഹമാണല്ലോ ഏറ്റവും വലിയ തിരക്കുള്ള മനുഷ്യൻ, എന്നിട്ടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കൂടെ ഒരുമിച്ചിരുന്നു. അവർക്ക് ആശ്വാസം നൽകി, അവർക്ക് സമാധാനം നൽകി, അവരോട് കളിച്ചു, സല്ലപിച്ചു, മധുരവാക്കുകൾ പറഞ്ഞു, ഉല്ലസിച്ചു. അതുണ്ടാകണം. അതിനാണ് ഒഴിവ് സമയം, അതിനാണ് ഉഷ്ണകാലം. നമ്മുടെ കുട്ടികളുമായി നമുക്ക് അതിശക്തമായ ഒരു ബന്ധമുണ്ടാക്കാൻ സാധിക്കേണ്ടതുണ്ട്. നേരം വെളുത്ത് ജോലിക്ക് പോകുന്ന പിതാവ് രാത്രി തിരിച്ചു വരുമ്പോൾ, നേരം വെളുത്ത് പോകുമ്പോൾ മക്കൾ ഉണർന്നിട്ടുണ്ടാകില്ല, തിരിച്ചു വരുമ്പോൾ മക്കൾ ഉറങ്ങിയിട്ടുണ്ടാകും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളാണെങ്കിൽ, പ്രവാസികളാണെങ്കിൽ പലപ്പോഴും നമ്മുടെ മക്കളെ നമ്മൾ കാണുക, നമ്മുടെ കുടുംബത്തെ നമ്മൾ കാണുക ഈ ചെറിയ ഒരു സമയത്താണല്ലോ, ഒരു ഒഴിവ് സമയത്ത്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ അവരുമായി അടുക്കണം, മക്കളുമായി പ്രത്യേകിച്ച് അടുക്കണം. ഈ കാലഘട്ടം നമുക്കറിയാലോ എന്താണെന്നുള്ളത്. അവരുടെ കൂടെ ഇരിക്കണം, അവരുമായി സംസാരിക്കണം, അവരുടെ എന്തെങ്കിലും ആക്ടിവിറ്റിയിലൊക്കെ നമ്മളും പങ്കുചേരണം. അവർക്ക് കളിക്കാനും രസിക്കാനും പഠിക്കാനുമൊക്കെയുള്ള സമയം നമ്മളവർക്ക് വ്യവസ്ഥപ്പെടുത്തി കൊടുത്തേക്കണം. പ്രത്യേകിച്ച് ഇലക്ട്രോണിക് ഡിവൈസുകൾ പലതും നമ്മളൊക്കെ വാങ്ങിക്കൊടുത്തുണ്ടാവും സ്നേഹത്തോടു കൂടി. ആ ഡിവൈസുകൾ എൻ്റെ മക്കളെ കേടുവരുത്തുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ആ ഡിവൈസുകളിലൂടെ അവരുടെ ബുദ്ധിയും അവരുടെ വിജ്ഞാനവും ഒക്കെ വർദ്ധിപ്പിക്കുവാനായിരിക്കണം ശ്രമിക്കേണ്ടത്. അവരോട് നാം പറയണം, ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടുമെന്ന്. ലുഖ്മാനുൽ ഹക്കീം അദ്ദേഹത്തിൻ്റെ മകനോട് പറഞ്ഞ ഒരു ഉപദേശം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതായിരിക്കണം ഈ ഒഴിവുകാലത്ത് നാട്ടിലെത്തുമ്പോൾ നമ്മുടെ മക്കളോട് നമുക്ക് നൽകാനുള്ള സന്ദേശം. യാ ബുനയ്യ ഇന്നഹ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ് യഅതി ബിഹ അല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. കുഞ്ഞുമോനെ, നീ ചെയ്യുന്ന പ്രവർത്തനം ഒരു കടുകുമണിയുടെ അത്രയേ അതിന് വെയിറ്റുള്ളൂ എന്ന് വെക്കുക. അത്രയേ ഉള്ളൂ, ചെറിയ പ്രവർത്തനമാണ് നീ ചെയ്യുന്നത് എന്ന് വെക്കുക. ഫതകുൻ ഫീ സഖറത്തിൻ, എന്നിട്ട് അതൊരു വലിയ പാറക്കുള്ളിലാണത് പോയി നിൽക്കുന്നത് എന്ന് വെക്കുക. ഔ ഫിസ് സമാവാത്ത്, അല്ലെങ്കിൽ ആകാശങ്ങളിൽ എവിടെയെങ്കിലുമാണ് എന്ന് സങ്കല്പിക്കുക. ഔ ഫിൽ അർദ്, അല്ലെങ്കിൽ ഭൂമിയിൽ ഏതെങ്കിലും ഒരു ദിക്കിലാണെന്ന് വെക്കുക. യഅതി ബിഹ അല്ലാഹ്, അല്ലാഹു അത് കൊണ്ടുവരൂട്ടോ, അല്ലാഹു നമ്മളോട് അതിനെക്കുറിച്ച് ചോദിക്കൂട്ടോ. കാരണം ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ, അല്ലാഹു ലതീഫാണ്, സൂക്ഷ്മമായി അറിയുന്നവൻ, ഖബീറാണ്, അഗാധ ജ്ഞാനമുള്ളവൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക. ഈ ഉഷ്ണകാലം, ഈ സമ്മർ യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും മക്കളുടെയും ഒക്കെ കഴിവുകൾ വർദ്ധിപ്പിക്കാനുള്ളതാകണം. ഒരു പുതിയ സിദ്ധിയെങ്കിലും നമ്മൾ അഭ്യസിച്ചെടുക്കണം. ഒഴിവ് സമയത്ത് ഒരു പുസ്തകമെങ്കിലും നമ്മൾ വായിച്ചു തീർക്കണം. ഒരു എക്സസൈസെങ്കിലും നമ്മുടെ ജീവിതത്തിലെ ആരോഗ്യത്തിന് വേണ്ടിയുള്ളത് നമ്മൾ പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യണം. അങ്ങനെ ഈ ഉഷ്ണകാലം കടന്നു പോകുമ്പോഴേക്ക് ഒരു പുതിയ ജ്ഞാനം കിട്ടിയ, ഒരു പുതിയ വ്യക്തിത്വം, ശക്തിയുള്ള വ്യക്തിത്വം രൂപപ്പെടുത്തിയ, നമുക്ക് സ്വയവും നമ്മുടെ സമൂഹത്തിനും ഗുണം ചെയ്യുന്ന ഒരു പ്രവർത്തനം ചെയ്തവരായി നമുക്ക് മാറാൻ സാധിക്കണം. അള്ളാഹു അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ്. സഹോദരങ്ങളെ, നമ്മൾ ജീവിക്കുന്ന ഈ പ്രിയപ്പെട്ട രാജ്യം ഉഷ്ണകാലത്ത് നമുക്കൊരുപാട് സൗകര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. വലിയ സമാധാനമാണല്ലോ നമ്മളിവിടെ ജീവിക്കുമ്പോൾ. ഈ സമ്മറിൽ കടുത്ത ചൂടുള്ള സമയത്ത് നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വാഹനം ശീതീകരിച്ചതാണ്. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം, മഹാഭൂരിപക്ഷം ആളുകളും ജോലി ചെയ്യുന്ന സ്ഥലം ശീതീകരിച്ചതാണ്. നമ്മൾ പള്ളിയിലേക്ക് കിടന്നാൽ അതും ശീതീകരിച്ചതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇനി നമ്മൾ വീട്ടിലേക്കെത്തിയാൽ, റൂമിലെത്തിയാൽ അതും ശീതീകരിച്ചതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ.
അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹം. ഒരു ചില്ലറ കാര്യമാണോ ഇത്? നിസ്സാരമായ കാര്യമല്ലല്ലോ. പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്, ധാരാളമായി മഴ വർഷിച്ചു കൊണ്ടിരിക്കുന്ന, വൈദ്യുതിയുടെ സോഴ്സ് പ്രകൃതിയിൽ തന്നെയുള്ള പല രാജ്യങ്ങളിലും ഇതിനൊന്നും സൗകര്യമില്ല. നമ്മൾ പറയണ്ടേ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ? നമ്മൾ പറയണ്ടേ പല പ്രാവശ്യം? ഈ ഉഷ്ണകാലത്ത് പോലും ആ ഉഷ്ണകാലത്തിൻ്റെ ഒരു പ്രയാസവും അനുഭവിക്കാതെ ജീവിക്കാൻ നമുക്ക് ഈ രാജ്യത്ത് അല്ലാഹു സൗകര്യം ചെയ്തു തന്നില്ലേ? നമ്മൾ പറയണം അൽഹംദുലില്ലാഹ്. ചിന്തിച്ചു നോക്കൂ, ഉഷ്ണകാലത്ത് ആളുകളൊക്കെ വലിയ പ്രയാസത്തിലാകും എന്നറിയാം. അപ്പോൾ ഈ രാജ്യം ചെയ്ത വലിയൊരു പ്രവർത്തനം, ഉഷ്ണകാലത്തിന് അനുയോജ്യമായ, നമുക്കും നമ്മുടെ മക്കൾക്കുമൊക്കെ വിനോദത്തിനും സഞ്ചാരത്തിനുമൊക്കെ ആവശ്യമായ പല കേന്ദ്രങ്ങളും ഉണ്ടാക്കി തന്നിട്ടുണ്ട്. നമ്മളതൊക്കെ ഉപയോഗപ്പെടുത്തണം. അത് നമ്മളൊക്കെ നന്മയുടെ മാർഗത്തിൽ അതുപയോഗപ്പെടുത്തി ഉഷ്ണകാലത്തെ ശപിക്കാതെ, ഉഷ്ണകാലത്തെ വെറുക്കാതെ, ഉഷ്ണകാലം ഒരനുഭവമാക്കി മാറ്റാൻ എല്ലാവരും ശ്രമിക്കണം. അതാണ് ഒരു വിശ്വാസിയുടെ കടമ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് ഈ ഋതുക്കളുടെ വ്യത്യാസമെന്നും അതിൽ ഓരോന്നും അനുഭവിക്കാനും ആസ്വദിക്കാനും എനിക്കേറെ ഉണ്ട് എന്നും അതനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്ത് അള്ളാഹുവിനെ ശുക്ർ ചെയ്തവരായി മാറേണ്ടതാണ് ഞാൻ എന്നും ഉള്ള ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത്. അള്ളാഹു അത്തരത്തിൽ ചിന്തിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വറദല്ലാഹുമ്മ അൻ അബി ബക്രിൻ വഉമറ വഉസ്മാന വഅലി വഅൻ സായിരിസ് സ്വഹാബത്തിൽ അക്രമീൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أدم على دولة الإمارات عزها ونصرها واستقرارها وازدهارها وخيرها ورخاءها. اللهم احفظ الشيخ محمد بن زايد رئيس الدولة وبارك في عمله وعمله، ووفق نوابه ولي عهده الأمين الشيخ محمد الراشد ولي عهده ونوابه وإخوانه حكام الإمارات. اللهم ارحم الشيخ زايد والشيخ راشد والقادة المؤسسين الذين انتقلوا إلى رحمتك يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.